നമ്മളിപ്പോൾ ഹെയർ കട്ടിങ്ങിൽ ഇത് ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ ഹെയർ കട്ടിംഗ് ആണ്. ബട്ടർഫ്ലൈ ഹെയർ കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ലെയർ കിട്ടേണ്ടിയിട്ടാണ്. അതേപോലെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒത്തിരി ഷേപ്പിന് നമുക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഹെയറിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഹൈ ബോഡിയുള്ള ഹെയർസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ഹെയർ അതേപോലെ തന്നെ ബേബി ഹെയർ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്യാൻ പറ്റിയ ഹെയർ കട്ടിംഗ് ആണ് ബട്ടർഫ്ലൈ ഹെയർ കട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെക്ഷൻ എടുത്തിരിക്കുന്നത് ഒന്ന് നമുക്കിവിടെ ബോക്സ് സെക്ഷൻ എടുത്തിട്ടുണ്ട്, രണ്ട് റേഡിയൽ സെക്ഷനിൽ നമ്മൾ 2 സെക്ഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സെക്ഷനിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2 സെക്ഷനാണ്. ഇതിൽ ഹൈ വോളിയമുള്ള ഹെയർസ് ആണെങ്കിൽ, നല്ല തിക്കുള്ള ഹെയർ ആണെങ്കിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്തിട്ട് 4 സെക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നോർമലി നമുക്ക് 2 സെക്ഷൻ എടുക്കാം. എല്ലാം 90 ഡിഗ്രി വെച്ചിട്ടാണ് ഹെയർ കട്ടിങ് പോകുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ കൂടുതൽ ലെയർ വേണ്ടിയിട്ടാണ് ഈ 90 ഡിഗ്രിയിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ ഒരു 180 ഡിഗ്രി വേണമെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ലെങ്ത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും നോക്കുക, നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ഹെയർ കട്ടിങ് ചെയ്യാം. നല്ല തിക്കും വേവിയും ആയിട്ടുള്ള ഹെയർസിലെ ചെയ്യുക. അതുപോലെ സ്ട്രെയിറ്റ് ഹെയറിൽ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്യാൻ പറ്റും ഹെയർ കട്ടിങ്ങിന്. അതുപോലെ തന്നെ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ നിങ്ങൾ ആദ്യം നോക്കിയ ശേഷം നല്ല രീതിയിലൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ഹെയർ കട്ടിങ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഹെയർ കട്ടിങ് എപ്പോഴും കുറച്ചുകൂടി ഷോർട്ട് ആവുന്ന ഒരു ഹെയർ കട്ടിങ് ആയതുകൊണ്ട് മിഡിൽ ഓഫ് ദ ഷോൾഡറിലാണ് വന്ന് നിൽക്കുക ഹെയർ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കൺസൾട്ടേഷൻ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഈ ബട്ടർഫ്ലൈ ഹെയർ കട്ടിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഹെയറിൻ്റെ നമുക്ക് ചിൻബോൾ ലെങ്ത് വെച്ചിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഷോർട്ടാകും. കുറച്ചുകൂടി ഇപ്പോൾ താഴ്ത്തിയിട്ടാണ് എടുക്കുന്നത്. നമുക്കൊരു ഹെയർ കട്ടിങ് ഒരു ട്രെയിനിങ് ഇതിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോർമലി നമുക്കിവിടെ ഷോർട്ടാക്കി ഈ ലെങ്ത്ത് വെച്ചാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് എലിവേറ്റ് ചെയ്തിട്ട് ഹെയറിനെ കുറച്ചുകൂടി ലെയർ വേണ്ടിയിട്ട് നമ്മളൊന്ന് എലിവേറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട്. നമ്മൾ സാധാരണ നോർമലി ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് പോകാറ്. ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. നോർമലി നമുക്ക് ഇതേപോലെ തന്നെ പ്രോപ്പർ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനോട് ചേർത്തിട്ട് അടുത്ത ലെയർസ് ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് മാറ്റിയിരിക്കുന്ന ഈ ലെയർക്ക് നമ്മൾ അടുത്ത ലെയർ എടുക്കുന്നുണ്ട്. അടുത്ത ലെയർ എടുത്തിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നോർമലി നമുക്ക് ഫ്രണ്ടിലേക്ക് കുറച്ച് എലിവേറ്റ് ചെയ്തിട്ട് നമ്മളിതിനെ നോർമലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നോർമൽ ചെയ്യുമ്പോഴൊക്കെ എലിവേറ്റ് സ്ഥലത്ത് നമ്മളിങ്ങനെ ടൈഗർ ലൈൻ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് വരുമ്പോഴേക്കും അടുത്ത സെക്ഷൻ വരികയാണ്. അടുത്ത സെക്ഷനിലൂടെയൊക്കെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാണ്. ഇതേപോലെ തന്നെ അടുത്ത സെക്ഷൻ എടുക്കുന്നു. നമ്മളിതിപ്പോൾ ഏകദേശം നമ്മൾ 90 ഡിഗ്രി വിട്ടിട്ട് കുറച്ചും കൂടി ലെങ്ത്ത് വേണ്ടത് കൊണ്ട് ഇവിടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഒരു 180 ഡിഗ്രി എന്ന രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അടുത്ത ലെയറും എടുക്കുന്നത് പറക്കുന്ന ലെയറും എടുക്കുന്നുണ്ട്. അടുത്ത ലെയറും എടുത്ത് അപ്പോൾ 90 ഡിഗ്രി വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് എലിവേറ്റ് ചെയ്ത ശേഷം നമ്മളിതിനെ പ്രോപ്പറായിട്ട് നേരെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് നമുക്ക് എത്രമാത്രം കിട്ടിയെന്ന് ഇപ്പോൾ നിങ്ങൾ എത്ര ഷോർട്ടായി ഉണ്ടാകുന്നുള്ള ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്ര നമുക്ക് ഷോർട്ടായി എടുക്കാം. അടുത്ത ഹെയർ എന്ന് പറയുമ്പോൾ അടുത്ത ചെയ്യുമ്പോഴേക്കും നമ്മളിതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫോൾഡ് ചെയ്തിട്ട് തന്നെ വയ്ക്കുക. ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലെയർ എടുത്ത ശേഷം അടുത്ത സൈഡിൽ റേഡിയൽ സെക്ഷൻ എടുത്ത ശേഷം ഇതിന് ഇതേപോലെ തന്നെ 2 സെക്ഷനായിട്ട് തന്നെ എടുക്കുക. 2 സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ എടുത്തു. അതിനുശേഷം നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ അധികം ഷോർട്ട് ഇതിനോട് ചേർത്തിട്ട് തന്നെ ഷോർട്ട് ചെയ്യുന്നത്. ക്രോസ് ചെക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മളിവിടെ വെച്ചാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക. പക്ഷേ അടുത്തത് എടുത്തു. അടുത്ത സെക്ഷൻ എടുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻ താഴെ ഇതിൻ്റെ ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻ വെച്ച് നമുക്കിതിനെ കട്ട് ചെയ്യാം. അടുത്തത് എടുത്തു. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. നമുക്കിതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഹെയറിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ ഹെയറിൻ്റെ ലെങ്ത്ത് ഒന്നുകൂടി നമുക്ക് നോക്കാം. അതിനുശേഷം അതുമായിട്ടൊന്ന് മർജ് ചെയ്ത ശേഷം നേരെ ഒന്ന് പ്രോപ്പറായിട്ട് എടുത്ത ശേഷം ഇതിനെ ഒന്ന് ക്രോസ് ആയിട്ട് ഇതേപോലെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 2 സൈഡും കഴിഞ്ഞു. ഓൾറെഡി ഇത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനി അടുത്ത സെഷൻ നമുക്ക് ഈസി ആയിട്ടല്ലേ തോന്നുന്നത് ഹെയർ കട്ടിങ്. ഇത് ഈസി ആയിട്ടല്ലേ വരും നിങ്ങൾക്കിത്. അടുത്ത സെക്ഷൻ എടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മളെങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഗൈഡ് ലൈൻ തന്നെ ഇവിടെ നിന്ന് എടുക്കണം. ഇത് നോക്കി വെക്കണം. ഇതിൻ്റെ ഗൈഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗൈഡ് ലൈൻ ഇവിടെ കാണുന്നുണ്ടല്ലോ. നമ്മളിതിനെ
കട്ട് ചെയ്യും. ഇതിൻ്റെ ഗൈഡ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇത് ഇവിടുന്ന് എടുത്തിട്ടാണെന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ ഗൈഡ് ചെക്ക് ചെയ്യുന്നു, നേരെ ഇവിടുന്ന് ഗൈഡ് എടുക്കുന്നു. ഗൈഡ് എടുത്ത് നമ്മളിതിൻ്റെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് എന്നിട്ട് നേരെ എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഇത് നമ്മളൊരു ചിന്നിൻ്റെ അടുത്ത് കൊണ്ടിട്ട് നേരെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഗൈഡ് ലൈൻ ഇവിടെ കിട്ടും. ആ ഗൈഡ് ലൈൻ വെച്ചിട്ട് അടുത്ത ഹെയർ ഇതിനോട് ചേർത്തിട്ട് നമ്മൾ ഓവർ ഡയറക്ഷൻ ചെയ്യുക. ഫ്രണ്ട് ഓവർ ഡയറക്ഷൻ അല്ലേ ഇനി പറയുന്നത്? ഫ്രണ്ട് ഓവർ ഡയറക്ഷൻ, ബാക്ക് ഓവർ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഗൈഡ് ലൈൻ ഇവിടെ ഉണ്ടാകും. ഗൈഡ് ലൈൻ ഗടിയിലുണ്ട്, കാണുന്നില്ല? അപ്പോൾ അതാണ് നമ്മുടെ ഗൈഡ് ലൈൻ. ഓക്കെ, അതായത് ശേഷം നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. രണ്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കുക. ഇതേപോലെ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രോസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞോ? ഇതും കഴിഞ്ഞില്ലേ? ഒരു ഗൈഡ് ലൈൻ കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാം നമുക്ക്. ഓക്കെ, ക്ലിപ്പ് അത് പിടുത്തത്തിലേക്ക് നമ്മൾ ചെയ്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആണ്. ഇപ്പോൾ ഇതാണ് നമ്മളെ ഗൈഡ് ലൈൻ. ഈ ഗൈഡ് ലൈൻ വെച്ചാണ് നമ്മൾ ഇതിനടുത്ത് ബാക്കിൽ നിന്നുള്ള ഹെയർ കട്ടിങ്ങിന് പോകുന്നത്. നമ്മളിപ്പോൾ ഈ രണ്ട് സെക്ഷനിലൂടെ എടുക്കുന്നത്, നമ്മളിപ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി എടുക്കുന്നത്, നമുക്ക് ഇതിനെ വശം എടുക്കുന്നത് നമുക്ക് ഇതേപോലെ ഈ ഗൈഡ് ലൈനുമായിട്ടാണ് മർജ് ചെയ്തിട്ട് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? നമുക്കിതിനെ ഇതിൻ്റെ ഗൈഡ് ലൈൻ എടുക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ, നേരെ ഗൈഡ് ലൈൻ കണ്ട. അപ്പോൾ ഇതിന് അടുത്ത ഗൈഡ് ലൈൻ എടുക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് അടുത്ത ഗൈഡ് ലൈൻ എടുക്കുന്നത് അടുത്ത സെക്ഷൻ എടുക്കുന്നത്. സെക്ഷൻ പ്ലസ് ഗൈഡ് ലൈൻ കൂടി ചേർത്ത് നമുക്ക് നേരെ സ്ട്രെയിറ്റ് കേട്ടോ, സ്ട്രെയിറ്റ് അടുത്തെടുക്കുന്നത്. നേരെ എടുത്ത് ഇനി ഷോർട്ട് ചെയ്യണമെങ്കിൽ ഇനി ഷോർട്ട് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി എടുക്കാം. അതിനുശേഷം ഒന്നും കൂടി സെറ്റ് ചെയ്യും കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞ് അടുത്തെടുക്കും. നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കുന്ന ഈ സെക്ഷനിൽ നമ്മൾ നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് സെക്ഷൻ എടുക്കും. ഓക്കെ, സെക്ഷൻ എടുത്ത് അടുത്തത് നമ്മൾ ഗൈഡ് ലൈൻ ഇതാണ്. പ്രശ്നമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. വേറെ സെക്ഷൻ ഉണ്ട്. അതിലോട്ട് പോകുന്ന ലെങ്ത്ത് അവിടെ നിന്ന് ഇവിടം വരെ കയറി വരുമ്പോഴേക്കും ഇതിൻ്റെ ലെങ്ത്ത് അങ്ങനെ തന്നെ നിൽക്കും. ലെങ്ത്തൊന്നും വേണ്ടി പോകത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ നേരിട്ട് ഇടുക കേട്ടോ. ലെങ്ത്തൊന്നും പോകുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്തേക്കണം. കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് കോൾ ചെയ്യാം. നേരെ കോം ചെയ്ത് കണ്ടോ. നന്നായിട്ട് സൈഡിൽ നിന്നും എല്ലാം നന്നായിട്ട് പ്രോപ്പറായിട്ട് തന്നെ കോമ്പ് ചെയ്ത് കേട്ടോ.
സ്ട്രൈറ്റ് സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. ബാക്ക് നമുക്ക് ഉറപ്പായിട്ട് കഴിഞ്ഞ് ബാക്കിൽ അത്യാവശ്യം ലാല കിട്ടും. അതിനുശേഷം നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിനെല്ലാം ഒന്നിനും ക്രോസ് ചെക്ക് ചെയ്യേണ്ടില്ല. എവിടെയാണോ കൊണ്ടുപോയത് നന്നായിട്ട് ഓർമ്മ ഉണ്ടാവണം. ഇതിൻ്റെ അടിയിൽ ഗൈഡ് ലൈൻ കാണുന്നുണ്ട്. ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റ് ഫൈനൽ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തില്ലേ, അതേപോലെ തന്നെ ഒന്നുകൂടി ഇതിനൊന്ന് കറക്റ്റായിട്ട് ഗൈഡ് ലൈൻ നോക്കിയെടുക്കുക. ഇതൊക്കെ ലെങ്ത് കൂടുതലും കുറവെല്ലാം വന്നിട്ടില്ലേ, ഇതിനൊന്ന് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക. നമ്മളെങ്ങനെയാണോ നേരത്തെ എടുത്തിരിക്കുന്നത് അതിൽ തന്നെ കൊണ്ടുവരും. ഓക്കെ. ഓക്കെ. ലാല വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഓക്കെ.